അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. പുഷ് ഡേ ആണ്. പ്ലസ് ഞാൻ പ്രീ വർക്കൗട്ട് മീൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കാലറീസൊക്കെ നെവർദലെസ് സെയിം തന്നെയാണ്, ഒരു രീതിയിലും മാറ്റമില്ല. കാർഡിയോയും അതുപോലെ തന്നെ. പക്ഷെ ഭയങ്കര എക്സോസ്റ്റഡ്. അപ്പോൾ കുറച്ചൊരാഴ്ചയിൽ ഭയങ്കര ഫട്ടീക്ക്. ജിമ്മിലാകുമ്പോൾ മാത്രമേ എനർജി ഉള്ളൂ. ആ പുഷ് ചെയ്യണ ഒരു 2 hours ഇൻറ്റൻസ് ആയി പുഷ് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലിറ്ററലി ചത്ത പോലെയാണ്. പക്ഷേ സ്പാർട്ട് ഓഫ് ദ ജേണി അറിയാലോ. ഡെഫിസിറ്റിലാകുമ്പോൾ കുറച്ച് എനർജി ലെവൽസ് ഓബിയസ്ലി കുറവാകും. പക്ഷെ നമ്മളത് പുഷ് പാസ് ചെയ്യണം. റിസൾട്ട്സ് ഒക്കെ ബെറ്റർ ആവുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും, പിന്നെ പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും ഒരേ മീലിന് കഴിക്കുക. മീൻസ് എൻ്റെ 3-4 മീൽസ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഡെഫിസിറ്റിൽ ഒരേ മീലാണ്. അപ്പോൾ എനിക്കത് ചെയ്യും മച്ച് മോർ ഈസിയർ ടു ട്രാക്ക്. പ്ലസ് അതുപോലെ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടി വരില്ല ഡയറ്റ് തന്നെ. നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ ഡെയിലി കാലറി അനുസരിച്ചിട്ട് ഓരോ രീതിയിലും മാറ്റി കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മാറ്റി കഴിച്ചാലും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഞാൻ എന്താ വെച്ചാൽ എല്ലാ മീൽസ് കഴിക്കുന്നതുകൊണ്ടും നോ പ്രോബ്ലം. ഇന്ന് ചിലപ്പോൾ ഒരു ടഫ് ഗെയിം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു മീല് ചിലപ്പോൾ കഴിക്കേണ്ടി വരുള്ളൂ. ഈസി ആയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത് ഞാൻ കാട്ടിത്തരാം എന്താണ്. പ്രീ വർക്കൗട്ട് റെഡിയായി. ഇതിൽ 100 grams റൈസ് ഉണ്ട്, 60 gram ബീൻസ്, 60 gram കേട്, 130 grams നോർമൽ ചിക്കൻ. ബ്രസ്റ്റ് അല്ല, കാരണം ബ്രസ്റ്റിൽ ആൾക്കാർ പ്രിഫർ ചെയ്യും, കാരണം അതിൽ കുറച്ചുകൂടി പ്രോട്ടീൻ ഉണ്ടല്ലോ. ഞാൻ ബ്രസ്റ്റ് രാത്രി കഴിക്കാറുണ്ട്, അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതാണ്. പിന്നെ ക്യുക്കമ്പർ ഇല്ല നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് നെക്സ്റ്റ് പപ്പായാണ് എടുത്തത്, 130 grams. അപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത സോളിഡ് പ്രീ വർക്കൗട്ട് മീലാണ്. ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പഴയ ജിമ്മില വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അവിടെ ഇനി അപ്കമിങ് ക്ലിപ്സൊക്കെ. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള മീലാണ്. ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും കഴിക്കുക. ഇങ്ങനത്തെ ഒരു മീൽ ഉണ്ടാവും, പിന്നെ പൊട്ടാറ്റോസ് ആൻഡ് എഗ്സ് ഉണ്ടാവും മീലായിട്ട്. അപ്പോൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, അധികം സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാണ്ട്. സോ ഇതാണ് എൻ്റെ പ്രീ വർക്കൗട്ട്. ഇത് ഞാൻ ഇനി പ്രോപ്പറായി കഴിച്ച് സി പറഞ്ഞ പോലെ പഴയ ജിമ്മിലെത്തി. ഇന്നലെ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്തത്, കാരണം അവിടെ നിന്ന് ജിംസ് ഇല്ലാത്തതുകൊണ്ട്. ഇത് വൈകിട്ട് ഓപ്പൺ ആയിരുന്നു. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലൈയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഒരു മേജർ ഡൗൺ സൈഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ എക്സസൈസിന് നമുക്ക് ഒബ്വിയസ്ലി 8 പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ പ്രസ്സിങ്ങിലേക്ക് അത് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യും നിങ്ങളുടെ എനർജി. പക്ഷേ വേറെ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായി വാമാവും ജസ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചറി ചാൻസസ് കുറയും. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പുഷ് സെഷൻ കവർ ചെയ്യില്ലേ, കാരണം ഞാൻ ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടേണ്ട വീഡിയോ. പക്ഷേ ഞാൻ ചില ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഡയറ്റ് ന്യൂട്രീഷൻ എന്താണ് കവർ ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് കവർ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടർഫുണ്ട്. സോ വേഗം സെഷൻ തീർക്കണം. ലെറ്റ്സ് സീ. വീഡിയോയിലും പറയണത് ഫോം കറക്റ്റാക്കണം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫോം കറക്റ്റാക്കി എനിക്ക് പറ്റാണത്ര വെയിറ്റ് പുഷ് ചെയ്യാൻ. ജിമ്മിൽ എത്ര വെയിറ്റ് വേണേൽ ആൾക്കാർ അടിച്ചോട്ടെ. നിങ്ങൾ 20 kg, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ 20 kg ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഒരാൾ നിങ്ങൾ പെർഫെക്റ്റായി ഫോമിൽ അടിക്കുക വെച്ചാൽ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത് കുറച്ച് പേര് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇഞ്ചറി ചാൻസസ് വളരെയധികം കുറയും. പിന്നെ ബെറ്റർ മസിൽ ഹൈപ്പർട്രോഫി. ഇത് എൻ്റെ സ്റ്റാൻഡാണ്. ഞാൻ ആരോടും പറയുന്നത് ഇത് തന്നെ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കിത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. മസ്റ്റ് ട്രൈ ആണ്. അത് എന്തായാലും ഒരു വർക്കൗട്ടിൽ ഒരു ഫോം ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണെന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ഒരു സെറ്റ് കൂടി ഉണ്ട്. ലെറ്റ്സ് സീ. ഒരു സെറ്റ് കഴിഞ്ഞാൽ ഓക്കെ, ബ്രീത്ത് സ്റ്റേബിളായി. ഇനി പുഷ് ചെയ്യാൻ പറ്റുന്ന തോന്നണ മൂമെന്റിൽ പുഷ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഒരു 1.5-2 minutes, ഓക്കെ 2 minutes റെസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ഒരു സെറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ എനിക്കതാണ് ചെയ്തിപ്പോൾ എനിക്കതാണ് പറ്റണേ. ചിലവർക്ക് ചിലപ്പോൾ 1 minute റെസ്റ്റ് ചെയ്താൽ അത്ര ഭയങ്കരമായിട്ട് വീണ്ടും പുഷ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ നോക്കുക. ഇപ്പോൾ 3 minutes തന്നെ റെസ്റ്റ് ചെയ്യണം, 4 minutes റെസ്റ്റ് ചെയ്യണം എന്നൊന്നല്ല. ബേസിക് ആയിട്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര റെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് സെറ്റ് നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് പുഷ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കാൻ പറയുന്നത്. നെക്സ്റ്റ് സെറ്റും അതേപോലെ തന്നെ ഇന്റൻസിറ്റിയിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര റെസ്റ്റ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സെറ്റ് അത്ര ഇന്റൻസ് ആണെന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങളുടെ റെസ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ.
എനിക്ക് എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് കാണാറുണ്ട്. അതായത് ഇതാണ് ഡയറ്റ് പ്ലാൻസിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഇടാറുണ്ടല്ലോ. അപ്പം നിങ്ങൾ അത് ബ്ലൈൻഡായി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതൊരു യൂസും ഇല്ല. കാരണം അത് അവർക്ക് സ്ട്രക്ചർ ചെയ്ത് അവർക്ക് ബെനിഫിറ്റ് കിട്ടിയൊരു ഡയറ്റ് പ്ലാനാണ്. നിങ്ങളപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിസൾട്ട് തന്നെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയാവില്ല. അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ അതായത് ഡേ ടു ഡേ ബേസിസിന് എങ്ങനെയാണ് ഫിറ്റ് ഇൻ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ട്. അല്ലാണ്ട് ഒരു ഡയറ്റ് അങ്ങനെ ബ്ലൈൻഡായി ഫോളോ ചെയ്യണതിലൂടെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ പുഷ് ഡേ കഴിഞ്ഞു, ഇന്ന് ഗെയിം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹൈ ഇൻറ്റൻസീവ് ഉള്ള സ്പോർട്ടിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമം അല്ല, റിക്കവറീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷേ ഇതെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 20 കിലോമീറ്റേഴ്സ് അപ്പുറം വരണത്. കാരണം ഇവിടെയാണ് എൻ്റെ എല്ലാം കൂട്ടുകാരും. അപ്പോൾ എനിക്കിത് ആകെ ഒരു എങ്ങനെ പറയാം, മെൻ്റൽ ഹെൽത്തിനെ കീപ്സ് ഇൻ ചെക്ക് എന്നും പറയും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ ബോഡി ബിൽഡിങ്ങിൽ ലാക്കിങ്ങുള്ളൂ. സോ ഇത് എൻജോയ് ചെയ്ത് വീട്ടിൽ പോയിട്ട് വിൽ ഹാവ് ന്യൂട്രീഷൻ. അപ്പോൾ പോസ്റ്റ് വർക്കൗട്ടിനെ പറ്റിയിട്ടുള്ളൊന്നും കാര്യമൊന്നും ഞാനിപ്പോൾ ആലോചിക്കാറില്ല. ഇങ്ങനത്തെ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ, 2 times വീക്കൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു പോയിന്റിൽ മാത്രം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ഡു വാട്ട് ഐ ലവ് എന്നുള്ള രീതിയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കളിക്കുന്നു. സോ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.